ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് എന്നതിലേക്ക് സ്വാഗതം. സാഹസ് എന്ന് പറഞ്ഞിടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു പുതിയ പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ തമിഴ് എന്ന് പറഞ്ഞിടത്തിലത്തെ സെക്കൻഡ് സിംഗിൾ വരാൻ പോവാണ്. ജയ് ബഗലാമുഖി എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട്. അത് ജൂൺ 24 എന്ന് വെച്ചാൽ നാളെ 5 മണിക്ക് പുറത്തിറങ്ങുന്ന അറിയിച്ചിട്ടുണ്ട്. പിന്നെ DNA എന്ന് പറഞ്ഞിടത്തിൻ്റെ സ്നിക് പീക്ക് പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ ആകാശം ലോ കട്ടാര എന്ന് പറഞ്ഞിടത്തിൻ്റെ ഭാഗത്ത് നിന്ന് സിനിമാറ്റോഗ്രാഫർ ആയിട്ടുള്ള സുജിത് സാരംഗിൻ്റെ ബർത്ത്ഡേ വെച്ചുകൊണ്ട് പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട്. പിന്നെ കുബേര എന്ന് പറഞ്ഞോടം നോർത്ത് അമേരിക്കന്ന് 1.4 മില്യണിലും കൂടുതൽ നേടിയിട്ടുണ്ട്. 1.5 മില്യൺ പ്ലസ് ആയിട്ടുണ്ട്. പിന്നെ 3 BHK എന്ന് പറഞ്ഞിടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഹാപ്പി ബർത്ത്ഡേ ദേവയാനി എന്ന് പറഞ്ഞിട്ട് പോസ്റ്റർ വന്നു. പിന്നെ മിറേജ് എന്ന് പറഞ്ഞിടത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് 6 മണിക്ക് വരുന്നുള്ള രീതിയിൽ അറിയിച്ചുകൊണ്ട് ഇന്നലെ വീണ്ടും ടൈം മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കറക്റ്റ് ചെയ്യാമെന്ന് പറയുന്നില്ല, എപ്പോഴാണ് വരിക എന്നുള്ളതൊന്നും അറിയില്ല. ഇവർ തന്നെ പറയുന്നുണ്ട് കാണണമെന്ന് വിശ്വസിക്കരുത് എന്നുള്ള രീതിയിൽ. അപ്പോൾ അവരിങ്ങനെ പറ്റിക്കാനുള്ള പരിപാടി തന്നെ ആയിരിക്കണം, എന്താണെന്നുള്ള അറിയില്ല. പിന്നെ ഓഹോ എന്താൻ ബേബി എന്ന് നടത്തിയിലത്തെ ഓഹോ എന്താൻ ബേബി ടൈറ്റിൽ ട്രാക്ക് അത് ഇന്ന് 5 മണിക്കോ അല്ലെങ്കിൽ 6 മണിക്കോ ആയി വരും എന്ന് വിചാരിക്കാം. ടൈം എന്തായാലും അറിയിച്ചിട്ടില്ല. പിന്നെ ആങ്കോൻകി ഗുസ്താങ്കിയ എന്ന് പറഞ്ഞിടത്തിന്റെ ടീസർ പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ ആഷിഖ് ഉസ്മാന്റെ പ്രൊഡക്ഷൻ നമ്പർ 20 അതിൽ സംഗീത് പ്രതാപും മമിത വൈജാണ് മെയിൻ കഥാപാത്രങ്ങളായിരുന്നെന്നുള്ള അറിയിച്ചുകൊണ്ട് പോസ്റ്റർ ആക്കിയിട്ടുണ്ട്. പിന്നെ താരം എന്ന് പറഞ്ഞിട്ടൊരു പടം ഷൂട്ട് തുടങ്ങിയിട്ട് നിർത്തിച്ചിട്ടുണ്ടായിരുന്നു നീമ്പോളുടെ. അപ്പോൾ എന്തായാലും അത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ പോകുക എന്നുള്ളതാണ് കേൾക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോ പുതിയതായിട്ട് കിട്ടിയിട്ടുണ്ട്, അത് ഞാൻ കാണിക്കാം. പിന്നെ പള്ളിച്ചട്ടമ്പി എന്ന് പറഞ്ഞിടത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തൊടുപുഴയിൽ വെച്ചിട്ട് തുടങ്ങുന്നതാണ് ഇപ്പോൾ കേൾക്കുന്നത്. എന്തായാലും തുടങ്ങി കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റിൽസ് ഒക്കെ കിട്ടും, അപ്പോൾ ഞാൻ കാണിക്കുന്നുണ്ട്. പിന്നെ രൺബീർ കപൂറും മെയിൻ കഥാപാത്രമായിരുന്ന പടം രാമായണം എന്ന് പറഞ്ഞിട്ടുള്ള പടം. അവിടത്തെ ഗ്ലോബൽ ഡിസ്ട്രിബ്യൂഷൻ എടുത്തിരുന്നത് വാർണർ ബ്രോസ് പിക്ചേഴ്സ് എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. വലിയ കമ്പനീനെ എന്തായാലും എടുത്തിട്ടുള്ളത് ഗംഭീരമാണെന്ന് പ്രതീക്ഷിക്കാം. പിന്നെ MMN എന്നുവെച്ചാൽ പാട്രിയോട്ട് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പേര് കേൾക്കുന്നത്. അവിടത്തെ ശ്രീലങ്കത്തെ ഷെഡ്യൂൾ റാപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ഇനി മോഹൻലാലിൻ്റെ ഞാൻ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പടം എന്ന് പറയുന്നത് ദൃശ്യം 3 ആണ്. അപ്പോൾ അവിടത്തിൻ്റെ ഷൂട്ടിംഗ് ഏകദേശം 45 ദിവസത്തെ ഷൂട്ട് ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് കേൾക്കുന്നത്. ഏകദേശം ഒക്ടോബറിൽ തുടങ്ങിയിട്ട് ഡിസംബർ 25 എന്ന് വെച്ചാൽ ക്രിസ്മസ് ടൈമിൽ പടം പുറത്തിറക്കുന്നുള്ള കേൾക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു വേറെ ലെവൽ സമ്പന്നമായിരിക്കും. അപ്പോൾ എന്തായാലും പെട്ടെന്ന് പടർങ്ങുന്നുള്ളതാണ് ഇപ്പോൾ കേൾക്കാൻ സാധിക്കുന്നത് എന്തായാലും. പിന്നെ ഹൃദയപൂർവ്വം എന്ന് പറഞ്ഞിടത്തിന്റെ OTT റൈറ്റ്സ് ജിയോ ഹോട്ട്സ്റ്റാർ ആണ് എടുത്തിട്ടുള്ളത് എന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. അതേമാതിരി സാറ്റലൈറ്റ് റൈറ്റ്സ് അത് ഏഷ്യാനെറ്റാണ് എടുത്തിട്ടുള്ളത് എന്നുള്ളതും കേൾക്കുന്നുണ്ട്. പിന്നെ A22 അല്ലർജുൻ്റെ 22ാമത്തെ പടം അറ്റ്ലിയാണ് എടുക്കണമെന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. അറ്റ്ലിയുടെ 6ാമത്തെ പടമാണ്. എന്തായാലും ഇവിടത്തിന്റെ ഷൂട്ടിംഗ് ബോംബെയിൽ വെച്ചിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മൃണാൽ താക്കൂറും അല്ലർജുനായിട്ടുള്ള സീനാണെന്നുള്ളതാണ് കേൾക്കുന്നത്. എന്തായാലും ഗംഭീരമായി വരട്ടെ. പിന്നെ ബാഹുബലി 1ഉം 2ഉം കൂടിയിട്ട് റിലീസ് ചെയ്യാൻ പോകുന്നുണ്ട്. ഒക്ടോബർ ആ ടൈമിലൊക്കെ ആയിട്ടാവും വരിക എന്നുള്ളതാണ് കേൾക്കാൻ സാധിച്ചത്. എന്തായാലും ഈ പടം 2 എണ്ണമായിട്ടല്ല റിലീസ് ആകാൻ പോകുന്നത്, ഒറ്റ പാർട്ടായിട്ടാണ് റിലീസ് ആകാൻ പോകുന്നത്. അതിൽ കുറച്ച് പോർഷൻസ് ഒക്കെ കട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. അത് ഈ തമന്നയും പ്രഭാസം കൂടിയിട്ടുള്ള ചില സീൻസ് ആണെന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഈ സീനും അതേമാതിരി കുറച്ച് കട്ടുകളൊക്കെ വേറെ ഉണ്ടാവും തോന്നുന്നുണ്ട്. ആ കട്ടുകളൊക്കെ കഴിഞ്ഞിട്ട് 4 മണിക്കൂറാവും പടത്തിന്റെ ഡ്യൂറേഷൻ ഉണ്ടാവും എന്നുള്ളതാണ് കേൾക്കുന്നത്. ഈ പ്രഭാസവും തമന്നയും കൂടിയിട്ടുള്ള സീൻസ് ജസ്റ്റ് ഒരു നരേഷനിലൂടെ പറഞ്ഞു പോകുന്നുള്ളതും കേൾക്കുന്നുണ്ട്. എന്തായാലും പടം 3Dയിലായിരിക്കും വരിക എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്തായാലും വരട്ടെ. പിന്നെ മമിത ബൈജുവിന്റെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ മമിത ബൈജു. എന്തായാലും ബർത്ത്ഡേ ആയിട്ട് സൂര്യ 46 എന്ന് പറഞ്ഞ പടത്തിന്റെ ഭാഗത്ത് നിന്ന് ബർത്ത്ഡേ വിഷുവിന്റെ പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട്. പിന്നെ 2 വാനം എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിൽ നിന്നും പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട് ബർത്ത്ഡേ വിഷുകൊണ്ട്. പിന്നെ ഡ്യൂഡ് എന്ന് പറഞ്ഞ പടത്തിന്റെ ഭാഗത്ത് നിന്ന് ഹാപ്പി ബർത്ത്ഡേ കുരൽ എന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട്. ആ പടത്തിലത്തെ ആളുടെ ക്യാരക്ടർ നെയിമാണത്. പിന്നെ ജനനായകൻ എന്ന് പറഞ്ഞിട്ടുള്ള തലപതി വിജയുടെ പടത്തിന്റെ ഭാഗത്ത് നിന്ന് ബർത്ത്ഡേ വിഷുകൊണ്ട് ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്. എന്തായാലും ഇന്നലെ തന്നെയായിരുന്നു തലപതി വിജയുടെ ബർത്ത്ഡേ. അതിനുള്ള ഞാൻ ഇന്നലെ പറഞ്ഞാണ് ഹാപ്പി ബർത്ത്ഡേ തലപതി വിജയ് എന്നുള്ളത്. ഗ്ലിംസ് ഒക്കെ വന്നതാണ്. എന്തായാലും ഒരു ഷൂട്ടിന്റെ അടുക്കുള്ള ഒരു സ്റ്റിൽ കിട്ടിയിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ആളുടെ HBD തലപതി വിജയ് എന്നുള്ള രീതിയിൽ ഹാഷ്ടാഗ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ട്വിറ്ററിൽ. അത് 1 മില്യൺ പ്ലസ് T2 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. വലിയ റെക്കോർഡ് തന്നെയാണ്. പിന്നെ ബബ്ബ എന്ന് പറഞ്ഞതിന്റെ ഭാഗത്ത് നിന്ന് ഹാപ്പി ബർത്ത്ഡേ തലപതി വിജയ് എന്നുള്ളത് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റർ ഒക്കെയായിരുന്നു. ആ ഗില്ലയിലത്തെ വണ്ടിയും കാണിച്ചുകൊണ്ട്. എന്തായാലും ഇതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടത്തെ ഗ്ലിംസ് ദ ഫസ്റ്റ് റോൾ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം വരുന്നുള്ള അറിയിച്ചുകൊണ്ട് ഒരു പോസ്റ്റർ വന്നിരുന്നു. അപ്പോൾ അതിൽ ഒരു ഹിഡൻ ഡീറ്റെയിൽ ആയിട്ട് കിട്ടിയതാണ്. മുന്നേ നമ്മൾ അപ്ഡേറ്റ് വീഡിയോയിൽ പറഞ്ഞാണ് ആളുടെ കയ്യുമേ TV എന്നുള്ള രീതിയിൽ ഒരു പച്ച കുത്തിയിട്ടുള്ള സംഭവം ഉണ്ടാവുന്നുള്ളത്. അപ്പോൾ അത് ബ്രൈറ്റ്നസ് കൂട്ടിയിൽ ഇവർ ഏകദേശം ഉണ്ട് എന്നുള്ള ലെവലിൽ പറയുന്നുണ്ട്. കറക്റ്റ് ക്ലിയർ ആവുന്നില്ല, എന്തായാലും ഉണ്ടായിരിക്കാം. അങ്ങനത്തെ രീതിയിൽ തന്നെയാണ് കാണാനുള്ളത്. പിന്നെ അതേമാതിരി പേര് അത് തന്നെയാണെന്നുള്ളത് ഏകദേശം കിട്ടാൻ വേണ്ടിയിട്ട് ഈ പോലീസ് ക്യാരക്ടറിന്റെ നെയിമിന്റെ മുകളിലും തലപതി വെട്ടി കൊണ്ടാന്നുള്ള രീതിയിലാണെന്നുള്ളത് ഒക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതും കറക്റ്റ് ക്ലിയർ ആയിട്ടല്ല കിട്ടുന്നത്. എന്തായാലും അങ്ങനെ തന്നെ ആയിരിക്കാം. എന്തായാലും ഈ പടത്തിലത്തെ അനിരുദ്ധിന്റെ BGM എന്നുവെച്ചാൽ ആ ഗ്ലിംസിൽ വന്ന BGM അത്ര ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ കമന്റ് ചെയ്യുക. എന്തായാലും ഈ ടീമിന് കൊടുത്തിട്ടുള്ള പേര് ദ ട്രൂ ലീഡർ എന്നുള്ള രീതിയിലാണ്. എന്തായാലും ഇപ്പോൾ 30 മില്യൺ അല്ലെങ്കിൽ 29.5 മില്യൺ പ്ലസ് വ്യൂസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. 1 മില്യൺ ലൈക്ക് ആയിട്ടില്ല. പിന്നെ കേരളത്തിൽ ഒരു റെക്കോർഡ് കിടക്കുന്നത് തലപതിജിയുടെ പേരിൽ ഏറ്റവും വലിയ കട്ടൗട്ട് വെച്ചിട്ടുള്ള ആളുടെ പടത്തിന്റെ കട്ടൗട്ടായിരുന്നു. 175 അടിയായിരുന്നു അതിന്റെ കട്ടൗട്ടിന്റെ വലുപ്പം. സർക്കാർ എന്ന് പറഞ്ഞായിരുന്നു അത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പരിക്കും കാര്യങ്ങളൊന്നും പറ്റാതെ വന്നൊരു കട്ടൗട്ടാണ്. എന്തായാലും ഇപ്രാവശ്യം കേരള വിജയ് ഫാൻസ് ക്ലബ്ബ് ഒരു കാര്യം പറഞ്ഞിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ജനനായകന്റെ റിലീസിന്റെ സമയത്ത് 285 അടി എന്ന് വെച്ചാൽ 285 ഫീറ്റ് വരുന്ന കട്ടൗട്ട് വെക്കും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വേറൊരു വലിയ റെക്കോർഡായത്. 175 285 എന്ന് പറയുമ്പോൾ ഏകദേശം 110 അടിയുടെ വ്യത്യാസമുണ്ട്. എങ്ങനെ ചെയ്യും? നല്ലപോലെ വൃത്തിക്ക് പ്രശ്നങ്ങളൊന്നും പറ്റാതെ ചെയ്യാൻ പറ്റിയാൽ മതിയായിരുന്നു. എന്തായാലും ഇതുപോലത്തെ അപ്ഡേറ്റ്സ് കേട്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരും ബൈ.